തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇത്രയും കാലം വികസനം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നല്ല, വികസിക്കുന്നു. അപ്പം എപ്പോഴാണ് പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥ അറിയാത്തില്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനമാണ്. വികസിച്ച് എല്ലാ വർഷവും വികസനമാണ്. വികസിച്ച് ഇപ്പോൾ പൊട്ടിത്തെറിക്കും അങ്ങനത്തെ അവസ്ഥയിരിക്കുകയാണ്. അത് പോട്ടെ. പിന്നെ തിരുവനന്തപുരം വികസന നായകൻ വരുന്നു. അതെ, എല്ലാവരും വന്നുപോയി. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കുകയോ ചിന്തിക്കുകയോ വേണ്ട കാര്യമില്ല. പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെയിൻ ഒരു സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളക്കെട്ട്. മുൻപൊരിക്കൽ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉള്ള സമയത്ത് ഈ വെള്ളക്കെട്ട് ഒരു ദിവസം നല്ല മഴ പെയ്തു. ആ പെയ്ത മഴ ഒരു വൈകുന്നേരം അങ്ങനെ ആ പെയ്ത മഴയിൽ അന്ന് തമ്പാനൊരു വെള്ളം കെട്ടി നിന്നില്ല. അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയോ അവിടെ നിന്നൊരു തീരുമാനം എടുത്തു, വെള്ളക്കെട്ടിന് വേണ്ടി 65 ലക്ഷം രൂപ നീക്കിയിരിക്കും. മനസ്സിലായല്ലോ? അത് പഴയ രേഖകൾ തപ്പിക്കഴിഞ്ഞാൽ ഉണ്ടോ? കാരണം വെച്ചാൽ അത് അത്രയും ശ്രദ്ധിച്ചൊരു കാര്യം, അതുകൊണ്ട് ഇത്രയും എന്നോട് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം അവിടെ കെട്ടി നിൽക്കുക എന്നുള്ളത് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് വെള്ളം കെട്ടി നിൽക്കേണ്ടി വരുന്നത്. ഓക്കെ. ഇതിനെ ഈ വെള്ളം കെട്ട് എന്ന് പറയുന്ന സാധനം തന്നെ ഒറ്റ വാക്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന് പറയുന്നതല്ല. ആക്ച്വലി എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് രാജാവിൻ്റെ ഒക്കെ ഇതൊന്നും ഈ പറയുന്ന ഇപ്പോൾ ഉള്ള സംവിധാനവും സിസ്റ്റവും കാര്യമൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. ഈ ഭരിച്ച നമ്മളെ അല്ലെങ്കിൽ നിൻ്റെ പാർട്ടിക്കാരൊന്നും ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പണ്ട് രാജാവിൻ്റെ കാലത്ത് അവർ വളരെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചൊരു സിറ്റിയാണത്. ഒരു വെള്ളം എവിടെ കരമനായിട്ടുള്ള വെള്ളം എപ്പോഴും അറബിക്കടലിൽ എത്തണോ, ഏത് വഴിക്ക് എത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ ആമഴഞ്ഞാന്തോടോ, ഈ കാര്യങ്ങൾ പോട്ടെ, ബാർവനി പുത്തനാര്, എല്ലാ പേരുകളും വരാം. ഇതെല്ലാം റെയിൽവേ വരുന്നതിന് മുമ്പ് എല്ലാ സിസ്റ്റവും അതുപോലെ പ്രോപ്പറായി ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് നമ്മളത് പലതും പല രീതിയിലും ബ്ലോക്ക് ചെയ്യിച്ചു. ഈ ബ്ലോക്ക് ചെയ്തതിൻ്റെ ഒരു കാരണം വേസ്റ്റ് തന്നെയാണത്. വേസ്റ്റ് വന്ന് അടഞ്ഞിട്ടാണ് പല സ്ഥലങ്ങളും ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ പൊതുവെയുള്ളൊരു ചർച്ചയിൽ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം ഒരു ദിവസം കെട്ടി നിൽക്കുന്നത് പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റിലൂടെ അങ്ങ് ഒഴുകി പോയി കഴിയുമ്പോഴേക്കും ബ്ലോക്ക് ചെയ്യും. ആ ഫോഴ്സിൽ ഈ വേസ്റ്റും പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഒഴുകി പോകുമ്പോൾ വെള്ളം രണ്ടാമത്തെ ദിവസം ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇല്ല, അത് പറയുന്നിടക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഈ വേസ്റ്റും വെള്ളവും കാര്യം വന്നുകൊണ്ട് പറയുന്നത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓട ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ ഓട ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് വളരെ അപൂർവമായി ചെയ്യും. ഈ അതിനകത്തുള്ള കുറച്ച് മണ്ണ്, ഒരുപാട് മണ്ണുള്ള കുറച്ച് ചെളിയും മണ്ണും കോരി അതിൻ്റെ കരയിൽ അങ്ങനെ തന്നെ വെക്കും. ഇതിനെയാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. ഈ മണ്ണ് അടുത്ത മഴയത്ത് വീണ്ടും ഒലിച്ച് ഇതിനകത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ തൊഴിൽ അവിടെ തന്നെ കിടക്കും. വീണ്ടും കോരി ഇടാനുള്ള ഇത് കിട്ടുമല്ലോ. ഇനി ഇതിലത്തെ എത്ര മണ്ണ് കോരിയെന്ന് ആർക്കും അറിയില്ല, മണ്ണ് കോരിയോന്ന് അറിയില്ല, എന്താ സംഭവിച്ചു എന്നറിയില്ല. ഓക്കെ. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ വ്യക്തമായിട്ട് ഇത് വരുത്താം. പിന്നെ ഇപ്പം നീ ചോദിച്ച ചോദ്യത്തിന് ഒരു വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യത്തിൽ ശരിക്കും പറഞ്ഞ ഒരു കോർപ്പറേഷൻ, നമ്മുടെ കോർപ്പറേഷൻ ആണെന്ന് നമ്മളിത് ഹാപ്പിയസ്റ്റ് കോർപ്പറേഷൻ ആക്കിയെടുക്കണം. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലിക്ക് പോവാതെ ഹാപ്പി ആക്കണ്ട, ജോലി ചെയ്തിട്ട് ഹാപ്പി ആവുക. നമ്മളൊരു കാര്യം ചെയ്യട്ടെ, വൈകുന്നേരം ഈ പറഞ്ഞ എത്ര 5 മണി വരെയോ അല്ലെങ്കിൽ 6 മണി വരെയോ പലർക്കും കാരണം ആരുടെയും ഇത് പറയാൻ പറ്റില്ല. പലരുടെയും ജോലികൾ പല സമയങ്ങളും പല സ്ഥലങ്ങളിൽ ആണെങ്കിൽ പോലും ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ നമുക്കൊന്ന് വന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർക്കോ, അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, നീ ഓരോ ഐറ്റം വൈസ് അതിന് പറഞ്ഞുതരാം. ഓക്കെ. അത് ഒന്നിച്ച് പറഞ്ഞാൽ ഇപ്പം തീരൂല. കുറേ കാര്യങ്ങൾ ഓരോ കഷ്ണമായിട്ട് എനിക്ക് പറഞ്ഞുതരാം. ഒരു കാര്യം വെറുതെ പറയാം. ഇപ്പം കോർപ്പറേഷൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് പറയുന്നത് ഈ കോർപ്പറേഷൻ്റെ പേരിലൊന്നല്ല, പല മുനിസിപ്പാലിറ്റിക്കും പല കോർപ്പറേഷനും അവരുടെ സ്വന്തം പ്രോപ്പർട്ടികൾ എത്രയുണ്ട് എന്നുള്ള കണക്ക് കാണുമായിരിക്കും. ബൗണ്ടറി അറിയാമോ എന്ന് അന്വേഷിച്ച് നോക്കിയേ. അപ്പം അല്ല, ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഒരു മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി, ഇപ്പം ഞാൻ ആർക്കിടെക്റ്റ് ആണല്ലോ, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെന്ന് നോക്കിയ സമയത്ത് അവർ പറഞ്ഞതായിരുന്നു പോലെ ഇന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞ പ്രോപ്പർട്ടി അവിടെ ഉണ്ടെന്ന് ചെന്ന് നോക്കുമ്പോഴേക്ക് പ്രോപ്പർട്ടിക്ക് കല്ലില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. അവസാനം അടുത്തിരിക്കുന്ന ഒരുത്തം ഇത് ഇവരുടെയൊക്കെ കൊടുത്തു എന്ന് പറയുന്നവരുമായിട്ട് ഭയങ്കര ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഇവരാരും ഇപ്പോൾ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് നാൾ മുമ്പ് വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാം ഒരുപക്ഷെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവാം, ടാക്സ് അടക്കണോ വേണ്ട ഓക്കെ, എങ്കിൽ പോലും ഈ രേഖയിലുള്ള പ്രോപ്പർട്ടിയുടെ അതിരുകൾ ഏതാണ്, അത് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് അതെടുത്ത് നോക്കാം ആദ്യം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ബാക്കിയുള്ള ഏത് കാര്യങ്ങളെക്കുറിച്ചാണ് നിനക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാം. വെള്ളക്കെട്ടിൻ്റെ കാര്യം പറയാം, ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് പറയാം, പിന്നെ നേരത്തെ പറയാം ഹാപ്പിയസ്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലീൻ ആയിരിക്കണം. വേസ്റ്റേജ് മാനേജ്മെൻറ്റും പട്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടെയുണ്ട്.
എല്ലാവരും പറഞ്ഞ ഒന്ന് വേസ്റ്റ്, പട്ടി, വെള്ളം, ഈ 3 കാര്യങ്ങളോട് മെയിനായിട്ട് പലരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രായമായ ആൾക്കാർ ഇവിടെ ഉണ്ട്, വെറുതെ പിന്നെ അത് പെൻഷൻ കഴിഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പോൾ ആകെപ്പാടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, മ്യൂസിയം ഗ്രൗണ്ട്. മ്യൂസിയം ഗ്രൗണ്ടിൽ ഇപ്പം പയ്യന്മാരും പിള്ളേരെയും കൊണ്ട് ഇപ്പം നമുക്ക് കൊച്ചുങ്ങളെയും കൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ അവരുടെ കൂത്തരങ്ങാക്കി വെച്ചിരിക്കുകയാണത്. ഓക്കെ, അത് അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വേറെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാര്യമായിട്ടുണ്ട് ചോദിക്കുന്നത്, വേറെ എവിടെയുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് പോയി ഒന്ന് ഇരിക്കാം, റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുള്ളത്? ഇവിടെ നമുക്ക് വെള്ളായണി കായലുണ്ട്, പിന്നെ ആക്കുളം പിന്നെ പോട്ടെ, അതൊരു വെള്ളാനിയാണ്. കാരണം വെച്ചാൽ അത് മണ്ണിട്ട് മൂടുകയല്ല, ഓട്ടോമാറ്റിക് അവിടെ മണ്ണ് ഫില്ലായി വരുന്നത്. പണ്ട് നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്തൊരു സ്ഥലമാണത്. ഓക്കെ, അപ്പം മറ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പം പാർവതി മുത്തനായരുടെ കരകൾ, കരമനയാറിൻ്റെ കരകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ. അതുകൊണ്ട് വന്ന് നീ അത് പിന്നെ ഓരോ ഐറ്റമായിട്ട് എന്നോട് പറഞ്ഞുതരാം.